രാജ്യത്ത് പാവങ്ങൾ പട്ടിണി പാവങ്ങളായിട്ടും മർദ്ദിക്കപ്പെട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഈ സാഹചര്യം നമ്മളെല്ലാവരും കണ്ടും കേട്ടുകൊണ്ടിരിക്കുക. ആരും ഒന്നിനും എതിരെ പ്രതികരിക്കാനും തയ്യാറാകുന്നില്ല. ആരെങ്കിലും ഒരാൾ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ അയാളെ നമ്മൾ ഓരോരുത്തരും തടയുകയും ചെയ്യുന്നു, തളർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തെ നല്ലപോലെ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാലഘട്ടമാണ്. രണ്ടാമത് അമാനത്തു മഗ്റമ, അമാനത്തുകൾ, സൂക്ഷിപ്പ് മുതലുകൾ, ഓരോരുത്തരെ നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളെ സ്വന്തം മുതൽ പോലെ ഉപയോഗിക്കുന്നത് കണ്ടാൽ, ബഹുമാനികളെ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അത് അയാളുടെ മുതലാണ്, നമുക്ക് സ്വന്തമായി അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളുടെ മുന്നിൽ വോട്ട് വന്നിരിക്കുക, അതൊരു അമാനത്താണ്. മൗലാന അർഷദ് മദനി മഹാനവറുകൾ മിഞ്ഞാന്നൊരു പ്രസ്താവന ഇറക്കി. വോട്ട് എന്നുള്ളത് ഒരാൾ രാജ്യത്തോടും രാജ്യനിവാസികളോടും സ്വന്തം നഫ്സിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് അവൻ്റെ അവകാശമായ വോട്ട് രേഖപ്പെടുത്താതിരിക്കൽ. ചില ആളുകൾ വലിയ മാന്യന്മാരും വലിയ മുത്തഖീങ്ങളുമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വോട്ടൊക്കെ ചെയ്യൽ. എന്തിനാണ്? വെറുതെ നമ്മളെ കൈമ മഷി പുരട്ടി നമ്മളുടെ നിസ്കാരം ബാത്തിലാക്കുന്നത് എന്തിനാന്നൊക്കെ. യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ മഷി എന്ന് പറയുന്നത് അത് മൈലാഞ്ചിയുടെ ഹുക്കുമാണ് ഇന്ന് ഫത്വ കൊടുത്തിരിക്കുന്നത്. മൈലാഞ്ചി വിരലിലുണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ വുളു അസാധുവാകുന്ന ആരും പറയുന്നില്ല. ഇതേപോലെ മൈലാഞ്ചിയുടെ ഹുക്കുമാണ് ഇന്ന് മുഫ്തിമാർ ഫത്വ നൽകിയിരിക്കുന്ന വോട്ടിൻ്റെ മഷിക്ക് എന്നത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ആ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ, മഷിയായതിൻ്റെ പേരിൽ വുളു ശരിയാവില്ല, കുളി ശരിയാവില്ല, എൻ്റെ നിസ്കാരം ശരിയാവില്ല എന്ന തെറ്റായ ധാരണയൊന്നും നമ്മൾ ആരും വെച്ച് പുലർത്തണ്ട. രണ്ടാമത്തെ കാര്യം, ഈ വോട്ട് എന്നുള്ളത് നമ്മളുടെ അമാനത്താണ്. അത് നമ്മൾ ഓരോരുത്തരും വളരെ സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച വോട്ടായതുകൊണ്ട് അത് ചെയ്യാതിരിക്കൊന്നും വേണ്ട. കാരണം ആ വോട്ട് വെള്ളിയാഴ്ചയിലെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ചെയ്യുന്ന, ഇപ്പോഴും ബാങ്ക് കൊടുത്തു, ഇത്രയും സമയമായിട്ട് ആരും പള്ളിയിലെത്തിയിട്ടില്ല. ഇനി അവർ വരിക എപ്പോഴാ? ഒന്നെങ്കിൽ ഞാൻ മിമ്പർമ കയറുമ്പോൾ വരും, അല്ലെങ്കിൽ മിമ്പർമ ഇറങ്ങുമ്പോൾ വരും, അല്ലെങ്കിൽ ആദ്യത്തെ റക്അത്തിലെ ഫാത്തിഹ തീരുമ്പോൾ വരും. അവരങ്ങാടി കൂടെ പറഞ്ഞെടുക്കുക വെള്ളിയാഴ്ച എങ്ങനെ വോട്ട് നടത്തിയാൽ ശരിയാകുകയാണ്. ഈ വെള്ളിയാഴ്ചൻ്റെ പ്രശ്നം ആർക്കറിയാം? അവ്വൽ സുബൈക്ക് കുളിച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയെ ലക്ഷ്യമാക്കി വന്ന് അവിടെ വന്ന് സൂറത്തുൽ കഹ്ഫും അതേപോലെ സലാത്തുകളും തൗബ ഇസ്തിഗ്ഫാറും അതുപോലുള്ള അമാലുകൾ ജനിച്ച കാലം തൊട്ട് പ്രായപൂർത്തിയായത് മുതൽ ചെയ്തു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചത്തെ വോട്ട് അവർക്ക് വലിയ പ്രയാസമാണ്. എന്നാൽ ആ മഹാന്മാർക്ക് അല്ലാഹു തആല അവരുടെ പ്രശ്നം കൊണ്ടല്ലാത്തതിൻ്റെ പേരിൽ, വോട്ടിൻ്റെ പേരിൽ നേരം വൈകിയാലും സാധാരണ ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് കൊടുക്കുന്നുള്ളത് സത്യമാണ്. ഏതായിരുന്നാലും ബഹുമാനികളെ, വോട്ട് വലിയൊരു അമാനത്താണ്. മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ എന്താണ് എന്നെ ഒരു അധികാരിയാക്കാത്തത്, ഗവർണറാക്കാത്തത്? ഞാൻ നിങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ മുസ്ലിമായി വന്ന ആളാണ്. മക്ക കാലഘട്ടത്തിൽ, പീഡനത്തിന്റെ കാലഘട്ടത്തിലാണ് അബൂദർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. അതായത് 10ൽ 10ാമൻ എന്നൊക്കെ പറയുന്ന ആ സമയത്ത്. അതിനുശേഷം ഞാൻ മദീനയിലേക്ക് വന്നു, ബദറിലും പങ്കെടുത്തു, ഉഹദിലും പങ്കെടുത്തു, പല യുദ്ധങ്ങളിലും പങ്കെടുത്തു, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു. ഇന്ന് പല പ്രദേശങ്ങളും ഇസ്ലാമിന്റെ കീഴിലാണ്. എന്നിട്ട് എന്നെന്താ ഗവർണറാക്കാത്തത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, ലറബ അലാ മൻകിബയ്യ, എൻ്റെ 2 തോളിലും ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഏ അബൂദർ അൻത ദഈഫ്, താങ്കൾ വളരെ ബലഹീനനാണ്. ഈ ഉത്തരവാദിത്വം, അധികാരം എന്ന ഉത്തരവാദിത്വം വലിയ അമാനത്താണ്. അത് നാളെ ആഖിറത്തിൽ സങ്കടത്തിനും ഖേദത്തിനും നഷ്ടത്തിനും അതൊരു കാരണമാകും. എങ്ങാനും ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഹക്കോടുകൂടി അത് സ്വീകരിക്കുകയും അതിൻ്റെ ഹക്കായ രീതിയിൽ അതിനെ വിനിയോഗിക്കുകയും ചെയ്താൽ അത് അയാൾക്ക് നാളെ രക്ഷയാണ്, അല്ലെങ്കിൽ അത് അയാളുടെ ഖേദത്തിന് കാരണമാണ്. അബൂദർ, താങ്കൾക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയണ്ടായി.
ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം വരെ ജീവിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല പ്രവിശ്യയുടെ ഗവർണറായിട്ട് നിയമിക്കുമ്പോഴെല്ലാം ഒരിക്കലും ഞാൻ അത് സ്വീകരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന് അർഹനല്ല, ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ ബലഹീനനാണ്, അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് ആ ഗവർണർ സ്ഥാനം തട്ടിമാറ്റിയ മഹാനാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പറഞ്ഞു വന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്ക്, അത് ഫഇന്നഹാ അമാനത്തുൻ, ഈ അധികാരം എന്നുള്ളത് അമാനത്താണ്. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മളുടെ ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഈ രാജ്യത്ത് ഒരാൾ രാജാവാകുന്നത്, ഒരു അധികാരിയാകുന്നത് സ്വയംഭൂവല്ല, പിന്നെ നമ്മളെല്ലാവരും തീരുമാനിച്ചയക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കുന്ന അധികാരി എന്തുകൊണ്ടും ആ അമാനത്തിനെ പൂർത്തിയാക്കുന്ന ഒരാളാകണം നമ്മുടെ മുന്നിൽ. അല്ലാത്ത ഒരാളെ നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, ഞാൻ ജനിച്ചു വളർന്നത് ഇന്ന രാഷ്ട്രീയത്തിലാണ്, എൻ്റെ ബാപ്പുമ്മമാർ ഇന്ന രാഷ്ട്രീയത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ഒരു തെമ്മാടിയെ, ഒരു താന്തോന്നിയെ നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ചെയ്ത വോട്ടിന്റെ പേരിലുള്ള ശിക്ഷ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനികൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണം, അള്ളാഹുവിനെ നല്ലപോലെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം. രാജ്യത്തിനും രാജ്യത്തിലുള്ള പ്രജകൾക്കും അനുകൂലമായി അവരെ സ്വസ്ഥമായ ജീവിതത്തിന്, അവരുടെ സമ്പത്തിനും അവരുടെ ജീവനും സംരക്ഷണം നൽകുന്ന ഒരു വിഭാഗത്തെ ആയിരിക്കണം നമ്മൾ അധികാരത്തിൽ കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മളുടെ രാഷ്ട്രീയം ഇന്നതാണ്, അതുകൊണ്ട് നമ്മളുടെ നേതാക്കന്മാർ തീരുമാനിച്ചതിന്റെ പേരിൽ ഞാൻ അയാൾക്ക് വോട്ട് കൊടുക്കൂ എന്ന് തീരുമാനിച്ചാൽ എല്ലാ അധികാരികളുടെയും അധികാരിയായ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ആഖിറത്തിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ബോധം നമ്മെല്ലാവർക്കും ഉണ്ടാവുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അവസാനത്തിൽ പറയേണ്ടായി, ഒരു ജനത അവരുടെ നേതാവായി ഏറ്റവും മോശപ്പെട്ടവനെ തെരഞ്ഞെടുക്കുന്നു. അർദലുൽ ഖൗം ഫാസിഖുഹും, ഒരു ജനതയുടെ ഉത്തരവാദിത്തം അവരുടെ തെമ്മാടികളുടെ കയ്യിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായി. ബഹുമാനികൾ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു അമാനത്തിനെ എങ്ങനെയാണോ വിനിയോഗിക്കേണ്ടത് ആ രീതിയിലായിരിക്കണം നമ്മുടെ വോട്ടിനെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. നമ്മളുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ നിന്നും ദീൻ പഠിച്ച ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ഭാര്യ അദ്ദേഹത്തെ പറ്റി പറയാ, എൻ്റെ ഭർത്താവായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന് ഖിലാഫത്ത് കിട്ടിയപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പം മുസല്ലയിൽ ഇരുന്ന് രണ്ട് കവിളിലും കൈവച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അവർ പറയുകയുണ്ടായി, ഞാനിപ്പോൾ മുഅ്മിനീങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്, വേദനിക്കുന്ന യതീമുകളുണ്ട്, ആരാലും സഹായിക്കപ്പെടാത്ത നിരാലംബരുണ്ട്, ഒറ്റപ്പെട്ടു പോയ വിധവകളുണ്ട്, യാത്രക്കാരുണ്ട്, വിദേശികളുണ്ട്, സ്വദേശികളുണ്ട്, ഒരുപാട് മർദ്ദിതരുണ്ട്, ജയിലിൽ കഴിയുന്നവരുണ്ട്, എല്ലാ രീതിയിലും ജീവിക്കുന്ന, ലോകത്തിന്റെ പല കോണുകളിൽ ജീവിക്കുന്ന, രാജ്യത്തിന്റെ അകത്തും പുറത്തുമായി ജീവിക്കുന്ന ഒരുപാട് അള്ളാഹുവിന്റെ അടിയാറുകളുണ്ട്. അവരുടെ വിഷയത്തിൽ നാളെ എന്നെ അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എനിക്ക് എതിരാകുന്നതാണ്. അങ്ങനെ എതിരാകാതിരിക്കണമെങ്കിൽ ഞാൻ അവരോടുള്ള ഹക്ക് പൂർണ്ണമായി കൊടുത്തു വീട്ടേണ്ടതാണ്. അതിന്റെ പേരിൽ ഞാൻ ഇന്ന് നാളത്തെ എൻ്റെ നഫ്സിന്റെ അവസ്ഥ ആലോചിച്ച് വലിയ വിഷമത്തിലാണുള്ളത് എന്ന് പറഞ്ഞ് പൊട്ടി കരയുണ്ടായി. ബഹുമാനപ്പെട്ട സഹോദരന്മാര്, ഇങ്ങനെയുള്ള നേതാക്കന്മാരാണ് നമ്മളുടെ രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് വരുന്നതെങ്കിൽ നമ്മളും സന്തുഷ്ടരാണ്, രാജ്യവും ഉന്നതിയിലാണ്, ലോകത്തിന്റെ മുന്നിൽ നമുക്കും അഭിമാനമാണ്, രാജ്യത്തിനും അഭിമാനമാണ്. നേരെ മറിച്ച് താന്തോന്നികളും തോന്നിവാസികളും കുപ്രസിദ്ധരുമായ ആളുകൾ അധികാരത്തിൽ വന്നാൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയി നമ്മൾ പറഞ്ഞ് ഇന്ന ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പം അവർ വളരെ പുച്ഛത്തോടു കൂടിയാണ് നമ്മളെ സമീപിക്കുക. ഇത്രയും മ്ലേച്ഛന്മാരായ, ഇത്രയും അധമന്മാരായ, ഇത്രയും വൃത്തികെട്ട സ്വഭാവക്കാരായ ആളാണല്ലോ ഇയാൾ, അവരിൽ നിന്ന് വന്ന ആളല്ലേ, ഇയാൾക്കും ആ ഗുണങ്ങളൊക്കെ തന്നെയാകും എന്ന രീതിയിൽ നമ്മളോട് ഇടപെടും.
ബഹുമാനികളെ നമ്മളൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് അത് അനുഭവിച്ചതാണ്. പല വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ വളരെ പുച്ഛത്തോടുകൂടി നമ്മളോട് ഇടപെടാൻ കാരണം സമീപകാലത്ത് നടന്ന ചില ഇഷ്യൂസുകളാണ്. അതിന് കാരണം വളരെ മോശപ്പെട്ട അധികാരികൾ ഏറ്റവും ഉന്നതന്മാരും മഹാന്മാരും ഇരുന്ന കസാരയിൽ കയറി ഇരിക്കുകയും അവർ ആ കസാരയെ ദുർവിനിയോഗം ചെയ്യുകയും സ്വജന പക്ഷപാതത്തോടുകൂടി അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ രാജ്യം മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ തലകുലിച്ചു നിന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വോട്ട് അത് അമാനത്താണ്. അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ ചെലവഴിക്കണം. മൗലാന സയ്യിദ് അർഷദ് മദനി ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ അനിഷേധനായ പ്രസിഡന്റ്, അദ്ദേഹം വോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചില നിർദ്ദേശങ്ങൾ തരികയുണ്ടായി. ഒന്നാമത്തെ നിർദ്ദേശം, നമ്മളെല്ലാവരും നേരത്തെ തന്നെ പോയി നമ്മുടെ കുടുംബസമേതം പോയി വോട്ട് രേഖപ്പെടുത്തണം. അത് വെള്ളിയാഴ്ച ആയതിന്റെ പേരിൽ പിന്തിപ്പിക്കേണ്ടതില്ല. നേരത്തെ പോയി കുടുംബസമേതം പോയി വോട്ട് രേഖപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം പറയുണ്ടായി, വോട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ദിക്ർ ദുആയിലും തസ്ബീഹിലും ഇസ്തിഗ്ഫാറിലും കഴിഞ്ഞ് അല്ലാഹുവിൽ നിന്നും സഹായം തേടണം. ബഹുമാനികളെ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം മൂരിയെടുക്കുന്നവനാണ്. ബഹുമാനികളെ, വോട്ടിംഗ് യന്ത്രത്തിൽ നടക്കുന്ന ക്രമക്കേടുകൾ നമ്മളുടെ മുന്നിൽ പരസ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള ജനാധിപത്യ വ്യവസ്ഥയെ ഇഷ്ടപ്പെടുകയും ആ ജനാധിപത്യ വ്യവസ്ഥ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളിൽ 90-80% ജനങ്ങളും അതിന്റെ ഭയപ്പാടിലാണുള്ളത്. കാരണം ജനാധിപത്യം എന്നുള്ളത് ഈ വോട്ടോടുകൂടി നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാടിലാണുള്ളത്. ഈ ഭയമെല്ലാം തീർന്ന് ബഹുമാനികളെ, സുരക്ഷിതത്വത്തിന്റെ സന്തോഷത്തിന്റെ മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യം എങ്ങനെയായിരുന്നു സമൃദ്ധിയിൽ, ആ സമൃദ്ധിയുടെ കാലഘട്ടം മടങ്ങി വരണമെങ്കിൽ അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും നോമ്പെടുത്തിട്ടും ദുആകൾ വർദ്ധിപ്പിച്ചിട്ടും നമസ്കാരവും സദഖകളും വർദ്ധിപ്പിച്ചിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങിയെടുക്കേണ്ടതാണ് അനുകൂലമായ തീരുമാനങ്ങൾ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയും സദഖകൾ വർദ്ധിപ്പിക്കുകയും സുന്നത്ത് നോമ്പുകൾ എടുത്ത് അള്ളാഹുവിനോട് സഹായം തേടുക. കാരണം അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാം, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം. ക്ഷമ കൊണ്ട് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് നോമ്പാണ്. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മൾ ചെയ്യേണ്ട മറ്റൊരു അമൽ ഇതൊക്കെയാണ്. പിന്നെ വോട്ടിന് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് നമ്മളെല്ലാവരും 2 റക്അത്ത് നമസ്കരിച്ചു കൊണ്ടായിരിക്കണം വോട്ടിന് പോകേണ്ടത്. അവിടെ പോയി വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ നിശ്ചയിക്കപ്പെട്ട ആൾ ആരാണോ അവർക്ക് വോട്ട് ചെയ്യണം. ആ ആൾക്കുണ്ടാകേണ്ട ഗുണം എന്തൊക്കെയാ? മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മിസ്രിൽ നിന്നും ഐക്കയിലേക്ക് പോയി. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട് ഐക്ക എന്നും ഐല എന്നും ഈരിയ എന്നൊക്കെ പറയപ്പെടും. ഏതായിരുന്നാലും ഈരിയയിലേക്ക് ഐക്കയിലേക്ക് പോയി. അവിടെ വെച്ച് മൂസ നബിനെ പറ്റി ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൾ പറയുന്നുണ്ട്, യാ ബത്തിസ്തജിറുഹു, അല്ലാഹുവേ, എൻ്റെ വാപ്പ, താങ്കൾ അദ്ദേഹത്തെ ഉത്തരവാദിയാക്കണം. കാരണം താങ്കൾ തിരഞ്ഞെടുക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ശക്തനാണ്, വിശ്വസ്തനാണ്. അപ്പൊ നമ്മളുടെ നമ്മളുടെ സ്ഥാനാർത്ഥി, ഒന്ന് അദ്ദേഹത്തിനുണ്ടാകേണ്ട ഗുണം, അദ്ദേഹം ശക്തനായിരിക്കണം. മറ്റൊന്ന് വിശ്വസ്തനായിരിക്കണം. രണ്ടാമത്തെ കാര്യം, പൊതുവെ ഞാനിത് പറയുമ്പം നിങ്ങൾ വയനാടിന്റെ സാഹചര്യം വെച്ചിട്ടല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ആനി രാജക്കെതിരെ ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല. പെണ്ണുങ്ങൾ ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ അധികാരിയായി വരിക എന്നുള്ളത് ആ നാടിന്റെ നാശത്തിന്റെ തുടക്കമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. പെണ്ണുങ്ങളുടെ അധികാരം, അള്ളാഹുവിന്റെ തീരുമാനം ആലോചിച്ച് നോക്കി. ഏറ്റവും വലിയ തീരുമാനമാണ് അള്ളാഹുവിന്റെ നുബുവത്ത് എന്ന തീരുമാനം. 1,24,000 ചില്ലാനും അമ്പിയാക്കൾ ലോകത്ത് വന്നു. ഒരാൾ പോലും പെണ്ണായിട്ട് വന്നിട്ടില്ല, മുഴുവൻ ആണുങ്ങളായിരുന്നു. ഒരാൾ പോലും പെണ്ണായിട്ട് വന്നിട്ടില്ല. നുബുവത്ത് എന്നുള്ള ഗുണം അത് ആണുങ്ങൾക്ക് അള്ളാഹു പ്രത്യേകമാക്കി കൊടുത്തു. നുബുവത്തിന് ശേഷം രണ്ടാമത് വന്നത് ഇമാമത്താണ്.
ആ ഇമാമത്ത് അത് ആണുങ്ങൾക്ക് മാത്രമേ ആക്കി കൊടുത്തിട്ടുള്ളൂ. ഒരു പെണ്ണിനും ഒരാൾക്കും ഇമാമ് നിൽക്കാൻ അനുവാദം കൊടുത്തിട്ട് ലോകത്ത് ആകെ ഇമാമ് നിന്നൊരു പെണ്ണ് ജാമിദ എന്ന് പറയുന്ന ഒരു ഇസ്ലാം എന്ന് പുറത്തു പോയ മുർത്തദ്ദായ ഒരു പെണ്ണ് മാത്രമാണ്. അത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇസ്ലാം തന്നെ ഖുർആനും ഹദീസുമാണ്. അതനുസരിച്ച് ജീവിക്കുന്നവരുടെ നിയമങ്ങൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, നമ്മൾ അംഗീകരിക്കുള്ളൂ. ജാമിദ ഇസ്ലാം എന്ന് പുറത്തു പോയവളാണ്. അവൾ എന്തെല്ലാം തോന്നിയ ദിവസം കാട്ടിക്കൂട്ടുന്നത് നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് പ്രസക്തിയില്ല. മുസ്ലിമീങ്ങളിൽ ഇമാമത്തിന്റെ അധികാരം ആണുങ്ങൾക്കാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഖിലാഫത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഖുലഫായ റാഷിദീകളെ നിങ്ങൾ അനുസരിക്കണം. ബഹുമാനികളെ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറയാൻ 300 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടവും അതിനുശേഷം ഇങ്ങോട്ട് വന്ന 275 ചില്ലാനം കാലഘട്ടം. ആ കാലഘട്ടം എന്താണ്? ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. അത് മുഴുവനും ആണുങ്ങളായിരുന്നു, പെണ്ണുങ്ങളല്ല. നബിതങ്ങൾ ഖലീഫയാക്കിയതും ആണുങ്ങളെയാണ്. നബിതങ്ങളുടെ കാലത്തിൽ ഗസ്വയും ശരിയ എന്ന് പറയുന്ന ഏകദേശം 100 ചില്ലാനം യാത്രകൾ നടന്നിട്ടുണ്ട്. ഗസ്വ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പുറപ്പെട്ട യാത്ര. ശരിയ എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പോകാതെ സഹാബാക്കൾ മാത്രം പറഞ്ഞയച്ച യാത്ര. 100-ൽ പരം യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അതിലെല്ലാം അമീറന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരൊറ്റ പെണ്ണിനെ നബിതങ്ങൾ അമീറാക്കി വിട്ടിട്ടില്ല. എത്രയോ കഴിവുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ അമ്മായി സഫിയ, നബി തങ്ങളുടെ ഭാര്യ ആയിഷ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ, ഇങ്ങനെയുള്ള ഒരുപാട്, ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മകൾ, ഇവരെല്ലാം നല്ല കഴിവുള്ള പെണ്ണുങ്ങളായിരുന്നു. എല്ലാ രീതിയിലും കഴിവുള്ളവരായിരുന്നു. പക്ഷേ അവരെ ആരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശരിയയുടെയോ ഒരു ഗസ്വയുടെയോ അമീറായിട്ട് വിട്ടില്ല. നബി തങ്ങൾ വിട്ടത് മുഴുവൻ ആണുങ്ങളെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഒരിക്കലും നിങ്ങൾ എൻ്റെ ഈ വാക്കിനെ ഇങ്ങനെ വളച്ചൊടിക്കരുത്. ആനി രാജക്കെതിരാണ് സിറാജ് മൗലവി എന്ന് നിങ്ങൾ പറഞ്ഞടക്കരുത്. സത്യത്തിൽ എൻ്റെ കുടുംബ പശ്ചാത്തലം ഏറ്റവും നല്ല കമ്മ്യൂണിസ്റ്റ് ഫാമിലി ജനിച്ച ആളാണ് ഞാൻ. ഇന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് എൻ്റെ കുടുംബത്തിലെ 98% ആൾക്കാരും. അതുകൊണ്ട് ഞാനൊരിക്കലും അവർക്കെതിരാണെന്ന് നിങ്ങൾ പറഞ്ഞടക്കരുത്. ഞാൻ പറയുന്ന ദീനിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. എനിക്കത് പറയാൻ അധികാരമുള്ളൂ. അത് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അമാനത്താണ്. അതുകൊണ്ട് ഒരു പെണ്ണധികാരത്തിൽ വന്നാൽ നടക്കുന്നത് ഒരു രാജ്യത്തിന്റെ തകർച്ചയാണ്. അത് ജനാധിപത്യ രാജ്യമാണെങ്കിലും ശരി, ഇസ്ലാമിക രാജ്യം. അപ്പൊ നമുക്കൊക്കെ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇമാറാത്തിൽ പെണ്ണുങ്ങളാണല്ലോ ഗവർണർ ഉള്ളത്. സൗദി അറേബ്യയിലെ നിയമവും ഇമാറാത്തിലെ നിയമവും GCCയിലെ നിയമമൊന്നും ഇസ്ലാമിന്റെ നിയമമല്ല. ഇസ്ലാമിന്റെ ഏതൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നല്ലാതെ അതൊന്നും ഇസ്ലാമിന്റെ നിയമമോ ഇസ്ലാമിന് തെളിവോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട, ഇവിടെ പറഞ്ഞു വന്ന കാര്യം, നമ്മൾ എടുക്കുന്ന നമ്മളുടെ സ്ഥാനാർത്ഥി ഒന്ന് കവിയിൽ ശക്തനായിരിക്കണം. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുങ്ങളെക്കാൾ അധികാരം അള്ളാഹു നൽകിയത്, കഴിവ് നൽകിയത്, ശക്തി നൽകിയത് ആണുങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്ഥാനാർത്ഥി ഒരാണായിരിക്കണം. ആ ആള് കവിയായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. ഇന്ന് ജയിച്ച് നാളെ BJPയിലേക്ക് പോകുന്നവനാകാൻ പാടില്ല. ഇന്ന് ഇവിടുന്ന് നമ്മളെ വോട്ടൊക്കെ വാങ്ങി MP ആയി MLA ആയി, കണ്ടില്ലേ? കോൺഗ്രസിലെ ഒരുപാട് MPമാരും MLAമാരും ഇന്ന് BJPക്കാരാണ്. അവർ നമ്മളിൽ നിന്നും അധികാരം വാങ്ങി, അച്ചാരം വാങ്ങി, നമ്മളുടെ കൊണ്ട് ജീവിച്ച് അവസാനം അവരൊരു ഈടിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ വേറെന്തേലും കണ്ട് പേടിപ്പിച്ചപ്പം നേരെ പോയി BJPയിലേക്ക്. അവരും തിരക്കേടില്ലാത്തവർ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു വിശ്വസ്തനായ ആൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. മറ്റൊരു സ്ഥലത്ത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ജയിലിലാണ് കിടക്കുന്നത്. ആ ജയിലിൽ കടന്നുകൊണ്ട് അള്ളാഹു വരാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമത്തെ പരിചയപ്പെടുത്തി അള്ളാഹു അറിയിച്ചു കൊടുത്തു. വരാനിരിക്കുന്ന 7 വർഷം വളരെ സുഭിക്ഷമായ രീതിയിൽ അള്ളാഹു അനുഗ്രഹം ചെയ്യും. അതിനുശേഷം ഒരു 7 വർഷം വരാനുണ്ട്. അത് ഭയങ്കരമായ വരൾച്ചയുടെ കാലമാണ് എന്നുള്ള ഇൽമ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് രാജാവ് അബ്ദുൽ അസീസിന് ഒരു കുറിപ്പെഴുതി. എന്താണ്? ഖജനാവിന്റെ അധികാരിക്ക് തരണം. കാരണം ഞാൻ ആ വിഷയത്തിൽ ഹഫീദുൻ, സൂക്ഷ്മതയുള്ള ആളാണ്, അലീമുൻ, അതിനെപ്പറ്റി നല്ലപോലെ അറിവുള്ളവനാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ അപകടം, ഏറ്റവും വലിയ വിപത്ത് എന്തേനു? അറിവില്ലാത്തൊരുത്തനെ പ്രധാനമന്ത്രിയാക്കി, ചായ വിറ്റ് നടക്കുന്നവനെ പ്രധാനമന്ത്രിയാക്കിയാൽ അവൻ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ വിറ്റു തുറക്കുമെന്നതിന്റെ തെളിവ് 10 കൊല്ലം കൊണ്ട് നമ്മൾ പഠിച്ചു.
ബഹുമാനികളെ, എപ്പോഴും നമ്മുടെ അധികാരി ആരായിരിക്കണം? ഒന്ന് ഹഫീസ്, സൂക്ഷ്മതയുള്ളവനായിരിക്കണം. എൻ്റെ രാജ്യത്തെ എങ്ങനെ കൊണ്ടുപോയാലാണ് എൻ്റെ വരും തലമുറകൾ വരാനിരിക്കുന്ന യുഗങ്ങളിൽ ഈ രാജ്യത്തെ ഏറ്റവും നല്ല ഉന്നതമായ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ഒരു ഉത്തമ ബോധമുള്ള ആളായിരിക്കണം. അലീം, നല്ല അറിവുള്ളവനായിരിക്കണം. രാജ്യപാഠവും പഠിച്ചവനായിരിക്കണം. അല്ല കട്ടവനൊക്കെ അങ്ങാടിയിൽ കൂടെ പോകുന്നവനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അവന് വോട്ടും കൊടുത്ത് ജയിപ്പിച്ചു വിട്ടാൽ പിന്നെ നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് ബഹുമാനികൾ, അടുത്ത വെള്ളിയാഴ്ച പിന്നത്തെ 5 വർഷത്തെ നമ്മുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വോട്ടിനെ അത് അമാനത്തായി കണ്ട് അതിനെ സസൂക്ഷ്മം വിനിയോഗിക്കണമെന്നാണ് ഇന്ന് നമ്മളെല്ലാ ഖത്തീബന്മാർക്കും നിർദ്ദേശം തന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് അവതരിപ്പിച്ചത്. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിൻ്റെ ഒക്കെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അത് നമുക്ക് ആർക്കും അറിയില്ല. അത് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷം മുന്നേ അള്ളാഹു രേഖപ്പെടുത്തിയൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം നമുക്ക് അനുകൂലമായി വരണം. ആ തീരുമാനം നമുക്ക് അനുകൂലമായി വരാൻ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്ന ഒരൊറ്റ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഈമാനുള്ളവരാവുകയും, നല്ല ഈമാനുള്ളവർ, കുറച്ചുണ്ടായാൽ പോരാ, നല്ല ഈമാനുള്ളവരും നല്ല അമലു സാലിഹാത്തുള്ളവർ, നിസ്കാരം നിലനിർത്തുന്നവരും സകാത്ത് കൊടുത്തു കൂട്ടുന്നവരുമാണെങ്കിൽ അല്ലാഹു തആല പറയാ, അല്ലാഹു നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കി മാറ്റും. അല്ലാഹു നിങ്ങളുടെ ഭൂമിയിലെ അധികാരം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഏതൊരു ദീനനുസരിച്ചാണോ ജീവിക്കുന്നത്, നിർഭയത്വത്തോടുകൂടി ആ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തരും. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആദ്യം വോട്ടിംഗ് മെഷീൻ്റെ അടുത്തൊക്കെ പോകുന്നതിന് മുമ്പ് സ്വയം നമ്മളെല്ലാവരും ഒന്ന് നന്നാകാൻ നോക്കുക. നമ്മളെ ഈമാനും നമ്മുടെ അമലുകളൊക്കെ ഒന്ന് നന്നായി നമ്മുടെ റബ്ബുമായി ഒന്ന് ഏറ്റവും അടുക്കാൻ നമ്മൾ നോക്കുക. ഏറ്റവും നല്ല മുത്തഖിയാകാൻ നോക്കുക. എന്നാൽ ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും. ബഹുമാനികളെ, തഖ്വ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ലൊരു മുഖമുദ്രയായുള്ള ഗുണം എന്താണെന്നറിയോ? ദുനിയാവിന്റെ ജീവിത റാഹത്താണ്. ദുനിയാവിന്റെ ജീവിതം, ആഖിറം പോട്ടെ, ദുനിയാവ് നമ്മളെല്ലാവരും ദുനിയാവിന്റെ റാഹത്തിന് വേണ്ടിയാണല്ലോ രാവും പകലും ഈ നായ്പാച്ചിന് പായുന്നത്. ഈ രാവും പകലും നമ്മൾ ഉറക്കൊഴിച്ച് കഷ്ടപ്പെട്ട് ഈ പായുന്നതിനാ നമ്മളെ ദുനിയാവിന്റെ അവസ്ഥകൾ റെഡിയാകാനാണ്. ആ ദുനിയാവ് റെഡിയാകാനുള്ള ഏറ്റവും എളുപ്പമായ വഴി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകുക, തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാഹു പറയാ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവനായി ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു തആല പറയാ, യജ്അൽ ലഹു മഖ്റജ, അവന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അവനെ ഒരു രക്ഷാമാർഗം കാണിച്ചു കൊടുക്കുന്നതാണ്, വിടുതി നൽകുന്നതാണ്. ബഹുമാനികൾ, നമുക്ക് എല്ലാവർക്കും പല പ്രയാസങ്ങളും ഉണ്ടാവും. ജീവിതത്തിന്റെ ഒരുപാട് സാമ്പത്തികവും ശാരീരികവും മാനസികവും പല രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാവും. ഇതെല്ലാം മാറാൻ ഏറ്റവും എളുപ്പ വഴി എന്താ? തഖ്വയെ മുറുകെ പിടിക്കലാണ്. എന്നിട്ട് അല്ലാഹു പറയാ, അവൻ വിചാരിക്കാത്ത നിലയിൽ അവനക്ക് അല്ലാഹു സഹായം നൽകും, റിസ്ക് നൽകും. നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു കട തുറന്നിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസ് തുറന്നിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ കച്ചവടം ചെയ്യുന്നുണ്ടാവും. നമ്മളാകെ പ്രതീക്ഷിക്കുന്ന അയിത്ത വരുമാനമാണ്. പക്ഷേ അതല്ലാത്ത രീതിയിലൊരു വരുമാനം അള്ളാഹു നമുക്ക് കണ്ടെത്തിച്ചു തരും. അത് കാണുമ്പോഴാണ് ഇതെങ്ങനെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ഇതൊക്കെ എപ്പോൾ കിട്ടുന്നതാ? അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ കിട്ടുന്നതാണ്. ബഹുമാനികളെ, നമ്മളെല്ലാവരും കേട്ടൊരു സംഭവം, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, തൻ്റെ പ്രജകളുടെ അവസ്ഥ അറിയാൻ വേണ്ടി. ബഹുമാനികളെ, രാത്രി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടിലിൽ നിന്നും വെളിച്ചം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പം അവിടെ ഒരു ഉമ്മ മകളോട് പറയാ, മോളെ ഇന്ന് പാല് കുറവാണ്, അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, നമ്മൾ ആ പാല് കുറച്ച് വെള്ളം ചേർക്കണം. അപ്പൊ പറഞ്ഞു, ഉമ്മ പാല് വെള്ളം ചേർത്ത കാര്യം കാണും ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ പറഞ്ഞു, ഉമർ എങ്ങനെ അറിയാനാ? നമ്മൾ ഈ കുടിയിൽ നമ്മൾ പാല് വെള്ളം ചേർത്തത് രാജധാനി കിടക്കുന്ന ഉമർ എങ്ങനെ അറിയാനാ? നീ കുറച്ച് വെള്ളം ചേർക്ക് പെണ്ണേ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, ഉമ്മ അപ്പൊ അള്ളാഹ് എവിടെ? അള്ളാഹ് കാണൂലേ? അപ്പൊ അള്ളാഹിനോട് എന്ത് മറുപടി പറയും? അള്ളാഹിനെ കണ്ടുമുട്ടിയേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
ഉമ്മാക്കൊരു മറുപടിയില്ല. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു നേരെ പോയി അബ്ദുല്ലാഹി ഉമർ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള, ഞാൻ നിനക്കൊരു പെണ്ണ് കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന മലമുകളിൽ അവിടെ ഒരു കുടിലുണ്ട്, അവിടെ നീ പോകണം. അവരുടെ കരീമത്തിനെ, അവരുടെ മാനിയായ ആ മകളെ നീ വിവാഹാലോചന നടത്തണം, അവിടെ കെട്ടിക്കൊണ്ടുവരണം. അങ്ങനെ പോയി. ആരാ പോകുന്നത്? രാജ്യത്തിന്റെ ഭരണാധികാരി, കിസ്രയുടെ ഭരണാധികാരി, കൈസറിന്റെ ഭരണാധികാരി. അന്ന് ഹിജാസ് മുഴുവൻ, അതായത് ഇന്നത്തെ പലസ്തീനും ഇന്നത്തെ സിറിയയും ഇന്നത്തെ ഇറാഖും ഇന്നത്തെ ഇറാനും ഇന്നത്തെ ഈജിപ്തും എല്ലാം കൂടിച്ചേർന്ന, ഇന്നത്തെ മക്കയും മദീനയൊക്കെ കൂടിച്ചേർന്ന പ്രവിശാലമായ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. ആ രാജകുമാരനാണ് ഈ കൂടിലിൽ കിടക്കുന്ന പെണ്ണിന്റെ ഭർത്താവാകാൻ പോകുന്നത്. എന്തിന്റെ പേരില്ല ബഹുമാനികളെ? അവൾ അല്ലാഹുവിനെ സൂക്ഷിച്ചപ്പം കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെ രാജ്ഞിയാക്കി അല്ലാഹു കൊണ്ടുപോയി. വയർദുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഭർത്താവ് അത് റിസ്കിൽപ്പെട്ടതാണ്. അവൾ അറിയാത്ത രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചതിന്റെ പേരിൽ അവൾ അറിയാത്ത രീതിയിൽ അവൾക്ക് അള്ളാഹു രാജകുമാരനായ ഭർത്താവിന് നൽകി. ഇതാണ് തഖ്വ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി കാലം അവർ ഒരു യാത്രയിൽ മലമുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഒരിടയൻ ആയിരക്കണക്കിന് ആടുകൾ മേച്ചുകൊണ്ടിരിക്കുക. ആ സമയം ആ ഇടയനോട് ഇവർ ചോദിച്ചു, ഞങ്ങൾക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ട്, ഒരു ആടിനെ കറന്ന് കുറച്ച് പാല് തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് എന്റേതല്ല, പിന്നെ ഞാൻ എങ്ങനെ കറന്ന് പാല് തരിക? ഇതിന്റെ ഉടമസ്ഥൻ വേറെയാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ കറന്നു തരാൻ പ്രയാസമാണ്. അപ്പൊ ഇവർ വിചാരിച്ച് ഇയാളൊന്ന് പരീക്ഷിക്കാം. ഉടനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിനക്ക് പൈസ തരാം, നീ ഒരു ആടിനെ ഞങ്ങൾക്ക് കൊണ്ടാ, ഞങ്ങൾ ഇതിനെ ഇവിടെ തന്നെ വെച്ച് അറുത്ത് പാകം ചെയ്ത് ഇറച്ചി ഞങ്ങളും തിന്ന് നിനക്കൊരു ഓഹരിയും തരാം, പൈസയും കിട്ടും ഇറച്ചിയും കിട്ടും. അഥവാ ഈ ആയിരക്കണക്കിന് ആടിന്റെ കൂടുതൽ ഒരു ആട് പോയാൽ നിന്റെ മാലിക്ക്, നിന്റെ യജമാനന് അത് അറിയൊന്നുമില്ല, ഞാൻ അറിഞ്ഞാൽ തന്നെ ചെന്നായി കുടിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ അടിമ പറയാം, അപ്പൊ അയിനല്ലാഹ്, അപ്പൊ അള്ളാഹ് എവിടെയാണ്? ഞാനിത് ചെയ്ത എന്റെ യജമാനൻ, എന്റെ ഉടമസ്ഥന് ഇതൊന്നും അറിയില്ല, പക്ഷേ റബ്ബ് അറിയിച്ചില്ലേ, അപ്പൊ അള്ളാഹിന്റെ കണ്ണെങ്ങനെ കൂട്ടാൻ പറ്റും? അത് പറഞ്ഞപ്പം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി വലിയ സന്തോഷമായി. തന്റെ അധികാര കാലഘട്ടത്തിൽ ഈ മലമുകളിൽ ആരും കാണാത്ത സ്ഥലത്ത് ഒരു ഇടയനായ അടിമ പോലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നല്ലോ എന്ന സന്തോഷം. ഉടൻ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അവിടുന്ന് ഇറങ്ങി വന്നു. ആ ഇടയന്റെ ഉടമസ്ഥനെ കണ്ടെത്തി അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന മലമുകളിലുള്ള നിങ്ങളുടെ ആട്ടിൻ പറ്റത്ത് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിച്ചു. ആ വിൽക്കുന്നു. എത്ര റുപ്യ വേണമെന്ന് ചോദിച്ചു. ഇത്ര റുപ്യ വേണമെന്ന് പറഞ്ഞു. ശരി, അതെ, ഓക്കെ, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, അതിൻ്റെ കൂടെ ആ അടിമനെയും കൂടി ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു. അത് തരാൻ പറ്റൂല, അവൻ വിശ്വസ്തനായ ഒരു അടിമയാണ്, മാത്രമല്ല നമസ്കാരക്കാരനായ അടിമയാണ്, അയാളെ പുറത്തിൽ പറയാം ഇല്ല, നിങ്ങൾ എത്ര വില വന്നാലും ഞാൻ തരുന്നു. അയാൾ പറഞ്ഞ വില കൊടുത്തു, അടിമനെയും വാങ്ങി ആടുകളെയും വാങ്ങി തിരിച്ച് മലമുകളിൽ പോയിട്ട് അടിമനോട് പറഞ്ഞു, ഏയ് നീ ഈ ആടും പറ്റം മുഴുവൻ ഞാൻ നിന്റെ ഉടമസ്ഥയിൽ നിന്ന് വാങ്ങിയിരിക്കുകയാണ്, നിന്നെയും ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ആട്ടും പറ്റത്തെ പരിപാലിക്കാം, ഇന്നു മുതൽ നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, എന്നാൽ നീ ഒരു സന്തോഷ വാർത്ത അറിയുക, നിന്നെ ഞാൻ ഇതാ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു, നീ സ്വതന്ത്രനാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ ആട്ടും പറ്റ മുഴുവനും നിന്റെ സമ്പത്താണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ. ബഹുമാനികളെ, ആലോചിച്ച് നോക്കി, ജീവിതത്തിലെ അടിമത്തം എന്ന് പറയുന്ന ഭയങ്കര കൂരാക്കൂര് പ്രയാസത്തിൽ നിന്നും അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം എന്നുള്ള വിശാലതയിലേക്ക് നൽകി. ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും വലിയ സമ്പന്നത അല്ലാഹു അദ്ദേഹത്തിന് നൽകി. എങ്ങനെ നൽകി? ആ മലമുകളിൽ ഒറ്റക്ക് നിൽക്കുമ്പോഴും അള്ളാഹുവിനെ തഖ്വ ചെയ്യാൻ അദ്ദേഹം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായപ്പം അള്ളാഹു നൽകിയതാണ്. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും നല്ല മുത്തഖിയായ അവസ്ഥയിലേക്ക് വന്നാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥകളെല്ലാം മാറും. ബഹുമാനികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, ഈ രാജ്യം 800 വർഷം നമ്മളാണ് ഭരിച്ചത്. നമുക്കിത് നഷ്ടപ്പെടാനുള്ള കാരണം മുസ്ലിമീങ്ങൾ താന്തോന്തികളായപ്പോഴാണ്. അതിനുശേഷം ബഹുമാനികളുടെ രാജ്യം സ്വതന്ത്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങൾ വലിയ റാഹത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. നമ്മൾ ഒരുപാട് പള്ളികൾ വെച്ചു, ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കി, ഒരുപാട് മുസ്ലിമീങ്ങൾ സ്വതന്ത്രരായി എവിടെ നടന്നു. നമ്മളുടെ ഈദ്ഗാഹുകൾക്ക് പ്രശ്നമില്ല, നമ്മളുടെ ജുമുഅ ജമാഅത്തുകൾക്ക് പ്രശ്നമില്ല, നമ്മളുടെ വാങ്ങിക്കാമത്തിന് പ്രശ്നമില്ല, നമ്മളുടെ വിവാഹത്തിനോ തലാഖിനോ പ്രശ്നമില്ല. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ചു.
പക്ഷേ അതിനിടയിൽ നമ്മളിൽ നിന്നും വലിയൊരു വിഭാഗം പരിശുദ്ധമായ ദീനിന്റെ വഴിയിൽ നിന്നും തെറ്റി തോന്നിവാസത്തിന്റെ വഴിയിലേക്ക് പോയി താന്തോന്നികളായി ജീവിക്കാൻ തുടങ്ങി, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങി, സ്വയം ഉപദേശിക്കാനോ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാനോ തയ്യാറാകാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് പ്രതികൂലമായി. അതാണെന്ന് ഞാനും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മടങ്ങി വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ അടിമയേക്കാൾ മുത്തഖി, നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയേക്കാൾ മുത്തഖിയായി നമ്മൾ ഓരോരുത്തരും മാറുകയാണെങ്കിൽ അവർക്ക് കിട്ടിയതിനേക്കാൾ വലിയ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല രാജ്യത്ത് നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും വോട്ട് അത് നിർവഹിക്കണം. ആരും വോട്ട് പാഴാക്കരുത്. ഉംറയുടെ യാത്രയാണെങ്കിലും എത്ര പവിത്രമായ യാത്രയാണെങ്കിലും വോട്ട് എന്നുള്ള അമാനത്ത് പാഴാക്കിക്കൊണ്ട് അതാരും ചെയ്യാൻ നിൽക്കരുത്. അത് ചെയ്തതിന് ശേഷം ഏത് യാത്രയും ചെയ്തോളൂ. അത് ചെയ്തതിന് ശേഷം ഏത് യാത്രയും നമ്മൾ ചെയ്തോളൂ. എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. പക്ഷെ ആ വോട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടാകാൻ പാടില്ല എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാം കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാനും അമലിൽ കൊണ്ടുവരാനും നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പരിശുദ്ധമായ ദീൻ, ആ ദീനനുസരിച്ച് മരണം വരെ ജീവിക്കുവാനും ആ ദീനിന്റെ ഉന്നമനത്തിന് വേണ്ടി അതെല്ലാം രീതിയിൽ പരിശ്രമിക്കാനുണ്ടോ ആ രീതിയിലെല്ലാം പരിശ്രമിക്കാനും നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. നമുക്കും നമ്മളുടെ സന്താന പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെ ഈ രാജ്യത്ത് പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് തല ഉയർത്തി ജീവിക്കാനുള്ള നല്ല തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم.